ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ലഭിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഈ കുറ്റി കുരുമുളക്. അപ്പോൾ നമ്മൾ നട്ടു തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളകൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇത് കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് തിരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നടുമ്പോൾ നമ്മൾ വള്ളിക്കുരുമുളക് നടണോ അല്ലെങ്കിൽ കുറ്റിക്കുരുമുളക് നടണോ എന്നുള്ളത്. ഇപ്പൊ എന്നെ പോലെ ചെറിയ സ്ഥലമായി ചിലർ 3 സെന്റൊക്കെ ഉള്ളതുപോലെ ടെറസിലൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റിക്കുരുമുളക് നടുന്നതാണ് നല്ലത്. നമുക്ക് എല്ലാ വെറൈറ്റികളും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ, നേഴ്സറികളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു 2 ചട്ടി നമ്മൾ വെച്ചാൽ മതി, നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടും. ഇനിയിപ്പോ ഒരു അത്യാവശ്യ സ്ഥല സൗകര്യം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വള്ളിക്കുരുമുളക് നടുക. അപ്പൊ ഈ വള്ളിക്കുരുമുളക് നടുമ്പോൾ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ പൈപ്പിൽ നടുന്ന ഒരു രീതി. അപ്പൊ പൈപ്പിൽ നടുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി മനസ്സിലാക്കിയിട്ട് നമ്മൾ പൈപ്പിൽ നടാം. അല്ലെങ്കിൽ ഞാനൊക്കെ ഫ്ലോപ്പ് ആയി പോയതാണ്. കാരണം നമ്മൾ സാധാ ഒരു പൈപ്പ് കുഴിച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ വിജയിക്കാൻ വേണ്ടി പറ്റൂല. പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നടുന്നതായിരിക്കും നല്ലത്. അല്ല ചെറിയ സൗകര്യം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറ്റിക്കുരുമുളക് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ നല്ലത്.